പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. ഹല്ലേലൂയ. സാക്ഷാൽ സ്വാതന്ത്ര്യം പുത്രനത്രേ തരുന്നത്. ഈ ലോകത്തിൽ മറ്റാര് തരുന്ന സ്വാതന്ത്ര്യത്തെക്കാട്ടിലും വലുത് ദൈവം തരുന്ന സ്വാതന്ത്ര്യം അത്രേ. നാം സ്വതന്ത്രർ എന്ന് നാം പറയുമ്പോൾ തന്നെ പലരും പലതിനും അടിമയാണ്. ഇന്ന് പകൽക്കാലം യേശു കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആത്മമണ്ഡലത്തിലും ശാരീരികത്തിലും അല്ലെങ്കിൽ മനോമണ്ഡലത്തിലും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. നാം ക്രിസ്തുവിനെ പോലെ ക്രിസ്തീയ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കി തീർക്കും. ഇന്ന് പകൽക്കാലം എത്ര പേര് പ്രാർത്ഥിക്കും, വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ഇറങ്ങി വരണം എന്ന്. നിങ്ങൾക്കറിയാമല്ലോ, മിസ്രൈമിൽ ഇസ്രായേൽ ജനം 430 വർഷക്കാലം അടിമകളായി സേവിച്ചു. ഒരുപക്ഷെ തുടക്കത്തിൽ അവർ വിചാരിച്ചു കാണും, നല്ല സ്ഥലമാണ്, നല്ല സന്തോഷമുള്ള, ആരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമെന്നൊക്കെ കരുതി കാണും. എന്നാൽ ശത്രു അവരെ അവിടെ ഒതുക്കി, ശത്രു അവരെ പീഡിപ്പിച്ചു, ശത്രു അവരെ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടത്തിവിട്ടു. എന്നാൽ ദൈവം നോക്ക്, അവരെ വിടുവിക്കുന്ന ദൈവം ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരാതെ ഒരു വിടുതൽ സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ഞാൻ എൻ്റെ ജനത്തിൻ്റെ അല്ലെങ്കിൽ കഷ്ടത കണ്ടു എന്ന് പറഞ്ഞ ദൈവം, അവരുടെ നിലവിളി കേട്ട ദൈവം, അവരുടെ സങ്കടങ്ങളെ അറിഞ്ഞ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. മോശയെ ദൈവം ഉപയോഗിച്ചപ്പോൾ മോശയുടെ കരത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചത് കർത്താവിൻ്റെ കരമാണ്. ഇന്ന് പകൽക്കാലവും എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവേ, മനുഷ്യൻ്റെ കരമല്ല ഇറങ്ങി വരേണ്ടത്, മനുഷ്യൻ്റെ അല്ലെങ്കിൽ സഹായമല്ല എനിക്ക് വേണ്ടത് സ്വർഗീയ കരമത്രേ, സ്വർഗീയമായ സ്വാതന്ത്ര്യമത്രേ വേണ്ടത്. പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയാൽ നാം സാക്ഷാൽ സ്വതന്ത്രരത്രേ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ അതുകൊണ്ട് മിസ്രൈമിൻ്റെ വിടുതലിനെക്കുറിച്ച് 105-ാം സങ്കീർത്തനത്തിൻ്റെ 37-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ അവരെ വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചു, അവരുടെ ഗോത്രങ്ങളിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. നോക്ക്, ദൈവം സ്വാതന്ത്ര്യം തന്ന് പുറപ്പെടുവിച്ചപ്പോൾ ആ പുറപ്പാടിൻ്റെ പ്രത്യേകതയും അതാ. അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക മാത്രമല്ല, അവർ പൊന്നിനോടും വെള്ളിയോടും കൂടെ പുറപ്പെടുവിച്ചു. 430 വർഷക്കാലം സേവിച്ചിട്ട് അവർക്ക് വേല കാണും, പക്ഷെ കൂലിയില്ല. ഒത്തിരി അധ്വാനിച്ചു, ന്യായമായ കൂലി ലഭിച്ചില്ല. അല്ല, കിട്ടേണ്ട കൂലി പോലും അവർ തടഞ്ഞു വെച്ചു. അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ശത്രു അപഹരിച്ചു വെച്ചു. എന്നാൽ ദൈവം സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ, ദൈവം ഒരു പുറപ്പാട് അനുവദിച്ചപ്പോൾ, അതുവരെ തടഞ്ഞു വെച്ചത്, അതുവരെ ശത്രു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ നന്മകളെ ദൈവം ഒരു രാത്രി കൊണ്ട് റിലീസാക്കി കൊടുത്തു. പ്രിയരെ, ഇന്ന് പകൽക്കാലം ഈ വചനം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ തന്നെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ അധ്വാന ഫലത്തെ ശത്രു ഒതുക്കി വെച്ചെങ്കിൽ, അടക്കി വെച്ചെങ്കിൽ, തടഞ്ഞു വെച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അതിനെ റിലീസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുക. നാളുകളായി തടഞ്ഞു വെച്ച നിങ്ങളുടെ നന്മകളെ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്ത് കിട്ടട്ടെ. ഒരുപക്ഷെ ജോലി സ്ഥലത്തായിരിക്കാം, ഒരുപക്ഷെ കൃഷി സ്ഥലത്തായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ തലമുറകളെ ആയിരിക്കാം ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാൻ ദൈവദാസൻ എന്ന അവകാശത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ നന്മയെ തടഞ്ഞു വെക്കാൻ ആർക്കും പറ്റത്തില്ല. ദൈവമാണോ നമ്മെ അനുഗ്രഹിച്ചത്? അവനാണോ നമ്മൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയത്? ഹല്ലേലൂയ. നമുക്ക് സ്വാതന്ത്ര്യം ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും നമുക്ക് ദൈവം തരും. അതുകൊണ്ട് ഇതാ, ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ച അതേ കർത്താവ്, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യന, അവൻ മാറാത്ത ദൈവമാ. അന്ന് വെള്ളിയോടും പൊന്നിനോടും കൂടെ പുറപ്പെടുവിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നന്മയെ തടഞ്ഞു വെക്കാൻ, നിങ്ങളുടെ അനുഗ്രഹത്തെ തടഞ്ഞു വെക്കാൻ, നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയെ തടഞ്ഞു വെക്കുവാൻ ശത്രുവിനെ ദൈവം അനുവദിക്കത്തില്ല. അവൻ പൊന്നിനോടും വെള്ളിയോടും കൂടെ പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞ വചനപ്രകാരം നിങ്ങൾക്കൊരു പുറപ്പാട് തരും. എത്ര നാൾ ശത്രു തടഞ്ഞു വെച്ചാലും പ്രിയരെ, അതിനെ മടക്കി തരാൻ എൻ്റെ ദൈവം വിശ്വസ്തരാ. ഈ രാവിലെ തന്നെ ഞാൻ അങ്ങനെ പറയട്ടെ, ഒത്തിരി നാളെ തടഞ്ഞു വെച്ച ചില നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. അത് വിശ്വാസത്തോടു കൂടെ റിസീവ് ചെയ്യ്, വിശ്വാസത്തോടു കൂടി ഏറ്റുപറ. കർത്താവ് തരും.
കർത്താവ് തരും. 2, അവരെ പുറപ്പെടുവിച്ചപ്പോൾ ബൈബിൾ പറയുന്നു അവരുടെ കൂട്ടത്തിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ദൈവമാണോ പുറപ്പെടുവിച്ചത്? പുത്രനാണോ നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം തന്നത്? അത് സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രമല്ല, ശരീരത്തിനും സ്വാതന്ത്ര്യം തരും. ശരീരത്തിനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ നടുവിൽ ഒത്തിരി ബലഹീനതകൾ കാണും, ഒത്തിരി രോഗത്താൽ നിങ്ങൾ ഭാരപ്പെട്ട് കാണും. ചിലർ പറഞ്ഞു കാണും ഈ രോഗം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. ബ്രദറെ, അങ്ങനെ പറയണ്ട. സിസ്റ്ററെ, അത് പറയേണ്ട ആവശ്യമില്ല. നിന്നെ വിടുവിക്കുന്ന കരമുണ്ട്. അടിപ്പിണരാൽ സൗഖ്യം തന്നൊരു കർത്താവ് നമുക്കുണ്ട്. അവനാണോ പുറപ്പാട് തരുന്നത്? അവൻ പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങളുടെ ബലഹീനതകളെ കർത്താവ് എടുത്തു മാറ്റും. നാളുകളായി ഭാരപ്പെടുന്ന രോഗങ്ങൾ, നാളുകളായി നിങ്ങളെ അലട്ടുന്ന രോഗങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നിങ്ങളുടെ ശരീരത്തിന്മേൽ തിരിച്ചറിയാൻ ദൈവം കൃപ നൽകട്ടെ. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ഒത്തിരി പീഡകളിലൂടെ കടന്നുപോയവരെ ദൈവം വിടുവിച്ചപ്പോൾ അങ്ങനെ ദൈവം വിടുവിച്ചത്. ഇന്ന് രാവിലെ നമുക്കും അതൊന്ന് റിസീവ് ചെയ്യാം. പഴയ നിയമത്തിൽ അങ്ങനെ ചെയ്തെങ്കിൽ ഇതാ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, നിനക്ക് വേണ്ടി പുത്രൻ സ്വാതന്ത്ര്യം തന്നാൽ ഹല്ലേലൂയ, അത് സാക്ഷാൽ സ്വാതന്ത്ര്യമായിരിക്കും, അത് സാക്ഷാൽ വിടുതലായിരിക്കും. പഴയ നിയമത്തിൽ നിഴലെങ്കിൽ ഇതാ പൊരുള് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ എൻ്റെ കർത്താവ് വിശ്വസ്തന. നല്ല കർത്താവേ, അപ്പാ ഇന്ന് രാവിലെ അങ്ങയുടെ മകനെന്ന അവകാശത്തിൽ അടുത്ത് വരിക. അപ്പാ നിന്റെ മക്കൾ ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന നിന്റെ മക്കളുടെ ജീവിതത്തിൽ സാക്ഷാൽ അങ്ങ് സ്വാതന്ത്ര്യം വരുത്തിയതിനാൽ സ്തോത്രം. ഇവരുടെ ജീവിതത്തിൽ ഭൗതികമായ മണ്ഡലങ്ങളിൽ, ആത്മമണ്ഡലത്തിൽ, ഹല്ലേലൂയ, മനോമണ്ഡലത്തിൽ സ്വാതന്ത്ര്യം കൊടുക്കണം. ഇവരെ കർത്താവിൻ്റെ മക്കളായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിപ്പാൻ ഇവരെ ഇടയാക്കണം. ഇവരെ കാണുന്നവർ ജീവനുള്ള ദൈവമുണ്ടെന്ന് തിരിച്ചറിയാൻ ഇടയാക്കണം. നന്മകളാൽ അങ്ങ് നിറയ്ക്കണം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.